ഹലോ ഹായ് കൂട്ടുകാരെ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്നെ കണ്ടോ? ഗുളിക കഴിച്ചു ഒരു പരുവമായിട്ടിരിക്കുവാണ്. പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ എനിക്ക് ഫിക്സ് വന്നു കേട്ടോ, 2 വട്ടം ഫിക്സ് വന്ന്. അങ്ങനെ അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു മയക്കത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. ആരുമില്ല, എല്ലാവരും പോയി. എന്നിട്ട് കഥ അടച്ചിട്ടേക്കാണ്. പിന്നെ മോളുടെ തുണി അവിടെ മഴയല്ലേ, നാളെ ഇടാനുള്ള ഉടുപ്പാണ്, അതെടുത്ത് ഞാൻ പിന്നെ കൊണ്ട് അകത്തിട്ടതാണ്. പിന്നെ എന്തൊക്കെയുണ്ട്, നിങ്ങൾ കാണാറുണ്ട്, പക്ഷേ കമൻ്റ് ഇടാറില്ലെന്നേ ഉള്ളൂ കേട്ടോ. അത്രയ്ക്കൊന്നും വയ്യെന്ന് പറഞ്ഞാൽ ആവുമ്പം കുറച്ച് നേരം കുഴപ്പമൊന്നുമില്ല, പക്ഷേ വിക്സ് വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വയ്യ കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്തൊക്കെയാണെന്നറിയാമോ? എനിക്ക് ഒരുപാട് പേരെ കാണണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. നമ്മളെ സുപ്രിയ എന്താണ് എനിക്കൊരു മെസ്സേജ് പോലും ഇടാത്തത്? സുപ്രിയക്ക് എൻ്റെ നമ്പർ കിട്ടിയില്ലേ? ഞാനത് എപ്പോഴും വിചാരിക്കും. പിന്നെ സുനിദാസ് കിച്ചൻ വിളിക്കാറുണ്ട്. സുനിദാസ് കിച്ചനിലെ അതിൻ്റെ ചേച്ചി കേട്ടോ, സുനിതയുടെ ചേച്ചി ദേവകി അമ്മ എന്നെ വിളിക്കാറുണ്ട്. അത് ഇന്നാളും ഞാൻ പറഞ്ഞില്ലേ. പിന്നെ നമ്മളെ പഴയ ഒരു ആശാനുണ്ടായിരുന്നല്ലോ, നീലാംബരി, ഇപ്പോൾ വന്ന് മെസ്സേജ് ഇട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. അതൊക്കെ ഒന്ന് അറിയിപ്പിക്കാമെന്ന് വിചാരിച്ച്. നമ്മളെ ജീവിതത്തിൽ നമുക്കിതൊക്കെ തന്നെയല്ലേ ഉള്ളൂ അല്ലേ? വേറെ വലിയ പണം ഇല്ലെന്നുള്ള വലിയൊരു കുറവാണ് കേട്ടോ. അതാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പണം ഇല്ലെങ്കിൽ നമുക്ക് സ്വന്തം ബന്ധം ഒന്നുമില്ല. എൻ്റെ ചുണ്ട് എന്താ പറയുക, ഇവിടെ ഇങ്ങനെ കടിച്ചുകൊണ്ട് ഇവിടെ ഇച്ചിരി വീക്കമുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറയാൻ നമ്മൾ കയ്യിലൊന്നുമില്ല നമ്മൾ ആരോടും പറയരുത് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഓരോ ബന്ധങ്ങളൊക്കെ തീർന്നുകൊണ്ടേയിരിക്കും. അതിപ്പോൾ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുകയാണ്. ഇപ്പോൾ എനിക്ക് എല്ലാവരും ചോദിക്കുന്നു എന്താ പറയുന്ന, ഓപ്പറേഷൻ കഴിഞ്ഞു വന്നു. പക്ഷേ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയത്തില്ല, കാരണം ഫിക്സ് മാറാതെ എനിക്കിപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഫിക്സ് ഇപ്പം ഗുളിക കഴിച്ചിട്ടും കുറയുന്നില്ല. എന്താണെന്നുള്ളത് ഇനിയിപ്പം ഡോക്ടർ അടുത്ത തല സ്കാനിങ് എഴുതിയിട്ടുണ്ട്, അത് കഴിഞ്ഞല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ 2 വട്ടം വീണപ്പം ചേട്ടനെ കൊണ്ട് പിടിക്കാൻ പറ്റാതായിപ്പോയി. ചേട്ടനെ കൊണ്ട് മോളും മാക്സിമം പിടിച്ച്, എന്നിട്ട് ഞാൻ വീണ്. അപ്പം ഭയങ്കര ശക്തിയായിട്ട് പിടിക്കുന്നു ചേട്ടൻ പറയുന്നത് കേട്ടോ. ഇങ്ങനെ കടിച്ചിട്ട് അവർ പറഞ്ഞുള്ള അറിവാണ്, എനിക്ക് ഓർമ്മയില്ല. കൈയൊക്കെ ഇങ്ങനെ ബലമായിട്ട് പിടിക്കുന്നു, എവിടെയെങ്കിലും പിടിച്ചാൽ ഇങ്ങനെ മുറിയുന്ന രീതിയിലൊക്കെ ചെയ്യുന്നെന്നൊക്കെ പറയുന്നു. എന്താണ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, അതൊന്നും ഓർമ്മയില്ല. അവർ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. അങ്ങനെ പോകാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പിന്നെ പോകണം, ഇനിയിപ്പോൾ 2 ദിവസത്തിനകം പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്താ അങ്ങനെ പറഞ്ഞത്, നമ്മൾ പൈസ ഇല്ലയെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് നമ്മൾ പറയരുത് കേട്ടോ, നമ്മളെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയാതിരുന്നാൽ നമുക്ക് ഒരുപാട് പേര് സ്വന്തവും ബന്ധവും കൂട്ടുമൊക്കെ കാണും. പക്ഷെ ഇല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാവും, നമ്മളെ ഒന്ന് കടം ചോദിക്കുമോ എന്നുള്ളൊരു പേടിയിൽ പിന്നെ അവർ കൂടുതൽ അടുക്കത്തില്ല കേട്ടോ. ചിലവരൊന്നും വിളിക്കത്ത് പോലും ഇല്ല. അങ്ങനെ കുറേ പേരുണ്ട്. പക്ഷേ അതിൽ എനിക്ക് നല്ല കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ കുറേ ഫ്രണ്ട്സും കുറേ എന്താ പറയുന്നത്, കുറേ എൻ്റെ തന്നെ ബന്ധുക്കളും ഉണ്ട് കേട്ടോ. നല്ല സപ്പോർട്ടുള്ള ബന്ധുക്കളുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അവർ തന്ന സപ്പോർട്ട് ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അത് ഞാൻ ഒരു ദിവസം അവരുടെ വീഡിയോയിൽ കാണിക്കാം ആരൊക്കെയാണെന്നുള്ളത്. എന്തായാലും ഞാൻ പറയാതിരിക്കത്തില്ല. പിന്നെ എനിക്ക് ഒരു ഡോക്ടർ, ആ ഡോക്ടറുടെ പേരെന്താണെന്നോ ഒന്നും എനിക്ക് നല്ല സഹായം ചെയ്തു കേട്ടോ. ആ ഡോക്ടറെ ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നടക്കുമോ എന്നറിഞ്ഞുകൂടാ. നമ്മളൊരു ആഗ്രഹങ്ങളല്ലേ. പിന്നെ എനിക്ക് നിങ്ങളൊക്കെ തരുന്ന വാക്കുകളും ഒക്കെ ഒരുപാട് നല്ല സപ്പോർട്ട് കേട്ടോ. അതൊരിക്കലും എനിക്കെപ്പോഴും മെസ്സേജ് ഇടണം കേട്ടോ, അതെനിക്കൊരു സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ, വീഡിയോ കണ്ടില്ലെങ്കിലും ഒരു മെസ്സേജ് ഇടുമ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ്. ഇന്ന് വലിയ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ, ചെറിയ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇടുന്നതായിരിക്കും. അങ്ങനെ എൻ്റെ അസുഖത്തെക്കുറിച്ചൊന്നും പറയാൻ വന്നതാണ്. കാരണം ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്, യൂട്രസ് റിമൂവ് ചെയ്തില്ലേ, ഇത്രയും പൈസ കിട്ടിയെങ്കിലും ഞങ്ങൾക്ക് മരുന്നിനൊക്കെ ഒരുപാട് പൈസയാവുന്നു. പിന്നെ ചേട്ടനെയും ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ചേട്ടനെയും ചെയ്തിട്ട് ഇങ്ങനെ നടുവിന് കാണിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത്, അപ്പം 2 പേർക്ക് കൂടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പനിയും കൊണ്ട് പോയാൽ ഒരുപാട് പൈസയാവും എന്നുള്ളത്. അപ്പം നമുക്കതിനൊക്കെ ഒരുപാട് പൈസയായി. അപ്പം പിന്നെ ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയില്ല. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 4 മാസം കൊണ്ടേ ഞാൻ ആശുപത്രി കയറി ഇറങ്ങും. ആഴ്ചയിൽ 3 ദിവസം പോകണം. അപ്പോൾ പിന്നെ എല്ലാവർക്കും തന്നെ അറിയാം. പിന്നെ ബെൻസെയർ പ്രൈവറ്റ് ആശുപത്രി തിരഞ്ഞെടുത്തതൊന്നുമല്ല കേട്ടോ, അവിടെ ന്യൂറോ നല്ലതായതുകൊണ്ട് അവിടെ പോയെന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് RCC പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇത് കാണിച്ച് എവിടെയെങ്കിലും കാണിച്ച് ഇത് മാറ്റിയെടുക്കുക എന്നല്ല, കുറയ്ക്കുക, മാറത്തില്ല കേട്ടോ. ഇത് ഗുളിക കഴിച്ച് വരാതിരിക്കാൻ നോക്കുക, അതിന് ശേഷം നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഇപ്പം എനിക്ക് നല്ല രീതിയിൽ ബ്ലീഡിങ് ഒക്കെ ഉണ്ട്. അതെല്ലാം ചെയ്യുന്ന എൻ്റെ മോളാണ് കേട്ടോ. എനിക്കത് നൂരാൻ പറ്റത്തില്ല, തളർന്നു പോയി കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇന്ന് വരെ എൻ്റെ അമ്മയെ പോലെ എന്നെ നോക്കുന്ന എൻ്റെ മോളാണ് കേട്ടോ. നാളത്തെ സ്ഥിതി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇന്ന് വരെ അതെനിക്ക് ഒരിക്കലും പറഞ്ഞാൽ തീരത്തില്ല എൻ്റെ മോളെക്കുറിച്ച്. അത്രത്തോളം എന്നെ നോക്കുന്ന എൻ്റെ മോളാണ്. എനിക്ക് അവളെ ഇപ്പം തന്നെ അവൾ പഠിക്കാൻ പോയെങ്കിലും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പക്ഷേ മോനെ ചെയ്യത്തില്ലെന്നല്ല, മോനുള്ളപ്പം മോനെ എടുത്തുകൊണ്ട് കട്ടിലിൽ കിടത്തുന്നതും പിന്നെ അവനാൽ കഴിയുന്ന അവൻ ചെയ്യും, വെള്ളം എടുത്തുകൊണ്ടിരുന്നാൽ. പിന്നെ ആൺപിള്ളേർക്കൊരു പരിധിയുണ്ട്. പക്ഷേ എൻ്റെ മോളെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഞാൻ കിടക്കുമ്പോൾ അത്ര വയസ്സില്ല, 18 വയസ്സല്ലേ ഉള്ളൂ. നമ്മൾ സാധാരണ വയസ്സായപ്പം അമ്മമാരെ നമ്മൾ നോക്കും, നമ്മളെല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ ഇങ്ങനെ ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട് കേട്ടോ, ഇത്രയും ലോകത്തോട് തരണം ചെയ്ത് ജീവിക്കണോ എന്നൊരാലോചന എനിക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് വിഷമങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്. നമുക്കിത് എല്ലാവരും ചോദിക്കുന്ന ആശുപത്രി പോയി ഇത്രയും പൈസയാവുമോ എന്നുള്ളത്. അവരാരും ആശുപത്രി കയറാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് വെച്ചാൽ ആ ചോദിച്ചവർ നമുക്ക് ഒരിടത്ത് കയറുമ്പോഴല്ലേ അറിയാൻ പറ്റൂ പൈസയാവോ ഇല്ലെന്ന്. പിന്നെ ഞാൻ ആരെ കുറ്റം പറയാൻ വേണ്ടിയൊന്നുമല്ല കേട്ടോ ഞാൻ വീഡിയോ ചെയ്തത്. എനിക്ക് എൻ്റെ അസുഖങ്ങൾ പറയാനാണ്. അപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നുണ്ടല്ലോ, ഇപ്പം എന്താണ് ഈ യൂട്രസ് റിമൂവ് ചെയ്തില്ലേ, ആ അസുഖമൊന്നും പറഞ്ഞല്ലേ പൈസ ആവശ്യപ്പെട്ടേന്നൊക്കെ ഉള്ള രീതിയിലേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊന്ന് വെളിപ്പെടുത്തണ്ടേ. യൂട്രസ് റിമൂവ് ചെയ്യാൻ പറ്റാത്ത കാരണം എന്താണെന്ന്, എനിക്ക് ഫിക്സ് വരുന്നുണ്ട്. ഫിക്സ് വരുന്ന ആർക്കെങ്കിലും അറിയായിരിക്കും, ആർക്കെങ്കിലുമൊക്കെ കാണുമല്ലോ. അപ്പം മിക്കവാറും അപ്പം നമുക്ക് അനസ്തേഷ്യ തരാനോ ഒന്നും പറ്റത്തില്ല. അത് മാറിയാലല്ലേ. അപ്പം അതിന് നമുക്ക് പൈസ ഇങ്ങനെ ചിലവായി കഴിഞ്ഞു. 14 ഗുളിക ഞാൻ കഴിക്കുന്നത്. അതിൽ ചില ഗുളികയ്ക്കൊക്കെ 10 ഗുളികയ്ക്കൊക്കെ 500 രൂപയുടെ വിലയുള്ള ഗുളികയുണ്ട്. അപ്പം പിന്നെ നമ്മൾ ആഹാരം കുറയ്ക്കുക, ഗുളികകൾ കഴിക്കുക. ഇപ്പം അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പൈസ നമ്മൾ മാക്സിമം ചുരുക്കാൻ നമുക്ക് ആഹാരത്തിലല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഞാൻ വീഡിയോ ഒരിക്കലും നിർത്തത്തില്ല കേട്ടോ. ഉള്ളതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇടും. അത് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കമൻ്റ് ഇടണം കേട്ടോ. അതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്നും കുറേ പേര് സഹായം ചെയ്തു കേട്ടോ. അവരോടൊക്കെ നന്ദിയുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരുടെ കയ്യിലും നമുക്കറിയാം ഒരുപാട് ചിലവും കാര്യങ്ങളും, എന്നിട്ടും അതിൽ നിന്നും ഒരു തരിക എന്ന് വെച്ചാൽ അതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. എൻ്റെ വീട്ടിൽ എന്താണ് ഇന്നത്തെ കാര്യങ്ങൾ, അതൊക്കെ തന്നെ കാണാം.